എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവിയുടെയും നാളത്തെ ഒരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. അപ്പൊ ആ ചാനലിനകത്തായിരിക്കും ഇനി കുറച്ച് ആൾക്കാരുടെ വിശേഷങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോണത്. ഇഷിതയുടെയും മഹേഷിന്റെ, അഭിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ ആ ചാനലിനകത്തായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് ആ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള എല്ലാവരും ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ആ വിശേഷങ്ങളൊക്കെ കാണുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സേതുവിന്റെ പള്ളിയുടെയും വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തിൽ കാണാൻ പോന്നെ ഋതു സാദിയും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചു വന്നിട്ട് ശ്രീഹരിക്കുള്ള ഫുഡ് എടുക്കാനായിട്ട് തുടങ്ങണം. ശ്രീഹരി താഴെ വന്നിരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രീഹരിക്കുള്ള ഫുഡ് മുകളിലേക്ക് എടുത്തോണ്ട് പോകാന്ന് കരുതി എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഋതു സ്വാതിയോട് പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ സ്വാതി, ചിലർക്കൊക്കെ ഓട്ടോറിക്ഷ ഉണ്ടെന്ന് പറഞ്ഞ് എന്തൊരു അഹങ്കാരമായിരുന്നു. ഇപ്പൊ ഓട്ടോറിക്ഷ കത്തിപ്പോയോണ്ട് അഹങ്കാരം ഒന്നും കാണാനില്ല. എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? ഓ, ഡെയിലി ഫുഡിനുള്ള പൈസ വന്നോളാം എന്നൊക്കെ വെറുതെ ഓസിനൊന്നും ഫുഡ് വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ ഒന്നുമില്ലാത്തൊരവസ്ഥയായില്ലേ എന്നൊക്കെ പറയണ. ഇത് കേട്ടപ്പോ അച്ചുവിന് നല്ല ദേഷ്യം വന്നു. അച്ചു പറഞ്ഞു, ഋതു നീ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണേ, അറിയാലോ. എനിക്കിതിന് മറുപടി പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല. പിന്നെ നീ അധ്വാനിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, നീ മാത്രമല്ല അധ്വാനിക്കുന്നേ, ഇവിടെ സേതുവേട്ടനും കൂടെ അധ്വാനിക്കുന്നുണ്ട്. അങ്ങനെ സേതുവേട്ടനും കൂടെ അധ്വാനിക്കുന്നതിന് ഒരു പങ്കാ ഞാൻ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിന്നെ ശ്രീഹരിക്ക് ഓട്ടോറിക്ഷ ഇല്ലായിരിക്കും, ശ്രീഹരിക്ക് വയ്യാതിരിക്കുന്ന സമയ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സമയം ഞങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അധികം വൈകാതെ തന്നെ ശ്രീഹരി ജോലിക്ക് പോയി തുടങ്ങും. ഇല്ലെങ്കിൽ ഞാനാണെങ്കിലും ജോലിക്ക് പോയിട്ട് ഈ വീട്ടിലെ ചെലവിനുള്ള പൈസ ഞങ്ങൾ തന്നോളാം. ആ കാര്യത്തിൽ നിനക്കൊരു ടെൻഷനും വേണ്ടെന്ന് പറയാം. തരും തരും, എന്ത് ചെയ്യാനാന്ന് പറ. കെട്ടിയവൻ അങ്ങനെ പെരക്കാത്ത കയറി ഇരിക്കുമല്ലേ, ഇപ്പം നല്ല സുഖമല്ലേ. പൊള്ളിന്ന് പറഞ്ഞുകൊണ്ട് ആ പേരും പറഞ്ഞ് കയറി ഇരിക്കാലോ എന്ന് പറയണം. ദേ, ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ല. നീയൊക്കെ കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചേ. ശ്രീഹരിക്ക് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ലായിരുന്നു. ആ ഓട്ടോറിക്ഷ ഇവിടെ ഈ മുറ്റത്തിടുവായിരുന്നെങ്കിൽ. അപ്പൊ നീയൊക്കെ കാരണമല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കാം. സ്വാതി പറഞ്ഞു, കണ്ടില്ല ചേച്ചി, ഇപ്പൊ അവസാനം വന്നപ്പോ കുറ്റം നമ്മുടെ തലയിലേക്ക് വന്നു കണ്ടില്ലേ. ഇത്രയും ദിവസം എന്തൊക്കെയായിരുന്നു, എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും. അല്ല, നമുക്കിത് തന്നെ കിട്ടണം എന്നൊക്കെ സ്വാതി പറയണം. അച്ചു ചേച്ചിയുടെ മാറ്റം കണ്ടില്ലേ, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കല്യാണം കഴിച്ചോട് കൂടിയിട്ട് നല്ല മാറ്റം എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു, അത് ശരിയാ, കല്യാണം കഴിഞ്ഞോടെ പലരുടെ സ്വഭാവമൊക്കെ മാറിയെന്ന് പറയാം. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, എന്റെ സ്വഭാവത്തിനൊന്നും മാറ്റവും വന്നിട്ടില്ല എന്ന് പറയണം. അപ്പോഴേക്കാണ് പൂർണ്ണിമ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വന്നേ. പിന്നീട് പൂർണ്ണിമയുടെ അച്ചു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ, ഞങ്ങൾക്കുള്ള ഫുഡിനുള്ള പൈസ വേണമെങ്കിൽ ഞങ്ങൾ തന്നോളാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് ഇങ്ങനെ ഇരുന്ന് ഫുഡ് എടുക്കാൻ വരുമ്പോ കുത്തി പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണേ. ഇത് കേട്ടപ്പോ പൂർണ്ണിമയ്ക്ക് ആ പടെ വിഷമോ സങ്കടമായി. പൂർണ്ണിമ പറഞ്ഞു, ഋതു എന്തൊക്കെയാ ഋതു നീ പറയണേ, ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം ഋതുവിനോട്. പൂർണ്ണിമയ്ക്ക് മനസ്സിലായി ഋതു എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കുന്നു. ആ സമയത്താണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് ഫുഡ് കഴിക്കാണ്ട് വരുന്നേ. ആ സമയം അച്ചു ഋതുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഋതുവും വിട്ടുകൊടുത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പൂർണ്ണിമയോട് വന്നിട്ട് പല്ലവി പറഞ്ഞു, എന്താ അമ്മ ഇത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ കിടന്ന് ഇവിടെ അടി ഉണ്ടാകുന്ന കണ്ടില്ലേ, അമ്മയുടെ മക്കള് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കുന്ന കണ്ടില്ലേ. ഞാൻ നോക്കിയിട്ട് ഇതിനൊരു പോംവഴി മാത്രമേ കാണുന്നുള്ളൂ. ഇത് കേട്ടും പൂർണ്ണിമ വെച്ചു, എന്താ പല്ലവി പോംവഴി എന്താന്ന് ചോദിക്കാം. പൂർണ്ണിമ ശ്രീഹരിയോട് ക്ഷമിക്കണം, അത് മാത്രം ഒരു വഴി ഞാൻ കാണുന്നുള്ളൂ എന്ന് പറയണം. ശ്രീഹരിയോട് ക്ഷമിക്കാനോ എന്ന് ഋതി ചോദിക്കണം. എന്താ ക്ഷമിച്ചാ കുഴപ്പം? ശ്രീഹരിനെ ഈ കുടുംബത്തിലെ മരുമോനായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പോരാത്തിന് ശ്രീഹരിക്ക് വയ്യാതിരിക്കുന്ന സമയല്ലേ. ഈ സമയത്ത് അതിനെ വേദനിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമല്ലേ പൂർണ്ണിമേ? ഒരു പക്ഷെങ്കിൽ നിങ്ങളെല്ലാവരും കാരണക്കാരായിരിക്കും ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിയില്. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ. ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു, പിന്നെ അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴങ്ങോട്ട് പ്രതിയെ അങ്ങോട്ട് പിടികൂടുമല്ലേ. പ്രതിയെ പിടികൂടിയിട്ട് എന്ത് ചെയ്യാനാ? ഓട്ടോറിക്ഷ കത്തിക്കരിഞ്ഞു പോകാനുള്ള കത്തിക്കരിഞ്ഞു പോയില്ലേ. ഓരോരുത്തരുടെ അഹങ്കാരത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്ന് പറയണം. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, പിന്നെ നിനക്ക് പിന്നെ ഒട്ടും അഹങ്കാരം എന്ന് പറയാൻ സംഭവം ഇല്ലല്ലോ. നാണുണ്ടോ ഋതു നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ആ പാവ ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിപ്പോയി ഞങ്ങൾക്കൊക്കെ വിഷമ, അപ്പൊ നിനക്ക് സന്തോഷമല്ലേന്ന് ചോദിക്കാം. അതിൽ തന്നെ നിന്റെ മനസ്ഥിതി അറിയാനായിട്ട് കഴിയും. ഒരാൾക്കൊരു ആപത്ത് വരുമ്പോ ഇങ്ങനെ മാറി നിന്ന് കൈകുട്ടിച്ചിരിക്കുവാണോ ചെയ്യണ്ടേ, അതോ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയോ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. പിന്നെ ദുഃഖത്തിൽ പങ്കു ചേർന്നാലും മതി, അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളെന്ന് പറയണം. അച്ചു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നീ ഒന്നിനും വരായിരുന്നാ മതി. ഞാൻ ശ്രീഹരി എങ്ങനെയും കഴിഞ്ഞു പോക്കോട്ടെ. ഇനിയിപ്പ പൂർണ്ണിമയോടായിട്ട് പറഞ്ഞു, ഇനിയിപ്പൊ അമ്മയ്ക്ക് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് പറഞ്ഞേരെ, ഞാൻ ശ്രീഹരി ഇവിടുന്ന് മാറി തന്നേക്കാം. ഞങ്ങൾ ഇനിയിപ്പോ ഒരു ശല്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് ഫുഡ് എടുക്കാതെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പല്ലു പറഞ്ഞു, അച്ചു ഫുഡ് എടുത്തോണ്ട് പോകാൻ പറയണം. വേണ്ട പല്ലു ചേച്ചി, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഫുഡ് എടുത്തോണ്ട് പോയാൽ മതി, ശ്രീഹരിക്കുള്ള ഫുഡ് എടുത്തോണ്ട് പോകും. പിന്നെ നീയും കൂടെ എടുത്തോണ്ട് മുറി പോയിരുന്ന് കഴിക്കുന്നുണ്ട് കഴിക്കുക എന്നൊക്കെ പറയണം.
അവസാനം പല്ലവി പറഞ്ഞുകൊണ്ട് മാത്രം അച്ചു ഫുഡ് എടുത്തോണ്ട് മുകളിലേക്ക് പോവാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയായിട്ട് പല്ലവി പറഞ്ഞു, അച്ചുവിന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അച്ചു ചിലപ്പോൾ വീട് വിട്ടു വരെ പോകുന്നു തോന്നേ. അല്ലെങ്കിൽ തന്നെ ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിയിൽ അവര് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിനെ ഇങ്ങനെ കുത്തി നോവിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുക. ആ സമയം ശ്രീഹരി ഇതെല്ലാം മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രീഹരിക്ക് ആ പടെ വിഷമം വന്നു. ശ്രീഹരി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. അച്ചു മുറി ഫുഡായിട്ട് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിനെ കണ്ടില്ല. ശ്രീഹരി ഇത് എയിലേ പോയെന്ന് ഓർത്തോണ്ട് നോക്കിക്കൊണ്ട് എന്നപ്പത്തിനും ആ ഗാർഡനിങ്ങിന്റെ അവിടെ ശ്രീഹരി ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീഹരിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, വാ ഫുഡ് കഴിക്കാൻ വരാൻ പറയണേ. ഏയ് വേണ്ട, എനിക്ക് വിശപ്പില്ലാന്ന് പറയാ. അതെന്താ ശ്രീഹരി വിശപ്പില്ലാത്തേ? ശ്രീഹരി ഫുഡ് കഴിക്കായിരുന്നു എങ്ങനെ ശരിയാന്നേ? ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പൊ നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ടത് നിൽക്കും. എനിക്ക് വേണ്ടാന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. എന്താ ശ്രീഹരി ആലോചിച്ചോണ്ടിരിക്കുന്നേ? എന്തോ കാര്യമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുവല്ലോ. ഇപ്പോൾ ഞാൻ വിചാരിക്കുക ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്ന്. വരേണ്ടിയിരുന്നില്ലെന്നോ? എന്താ അങ്ങനെ പറഞ്ഞേ? ഇപ്പം അച്ഛനെ വിവാഹം കഴിക്കേണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവാന്ന് പറയണ. എന്താ ശ്രീഹരി അങ്ങനെ പറഞ്ഞേ? എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ശ്രീഹരിക്ക് എന്താ കുഴപ്പം സംഭവിച്ചേ? അല്ല, സേതുവേട്ടൻ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടുക ചെയ്തേ. അതുകൊണ്ടെന്താ അച്ഛന്റെ ജീവിതം കൂടെ തകർന്നു പോയില്ലേ ഞാൻ ഒറ്റയൊരുത്തം കാരണം? അച്ഛനാണെങ്കിൽ ഇപ്പൊ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടോ? എല്ലാരും അച്ഛനെ കുറ്റപ്പെടുത്തുമല്ലേ? എന്തിനാ പറഞ്ഞു, സ്വന്തം അമ്മ പോലും കുറ്റപ്പെടുത്തുമല്ലേ? അച്ഛൻ ഒറ്റപ്പെട്ടു പോയില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറയാം. ഓ, അതാണ് കാര്യം. ആ കാര്യത്തിൽ എനിക്കൊരു വിഷമമില്ലെന്ന് പറയാം. ശ്രീഹരി പറഞ്ഞ, അല്ലേലും ഞാനൊരു കൊള്ളരുതാവത്തനാ. എന്റെ അച്ഛൻ ഏതാ അമ്മ ഏതെന്ന് പോലും അറിയത്തില്ല. ഇപ്പോഴാണ്ടെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം ഭാര്യയുടെ വീട്ടുകാര് പോലും ഭാര്യനെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെയുള്ള കഥഭാഗ്യനാ ഞാന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇനിയാണെങ്കിൽ അച്ഛൻ നിനക്ക് സമയമുണ്ട്, ഞാൻ വേണേ ഒഴിവായി പോയിക്കൊള്ളാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി അച്ഛന്. അച്ഛൻ പറഞ്ഞു, ശ്രീഹരി എന്തൊക്കെയാ പറയണേ? ശ്രീഹരിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോവാനേട്ടോ? ഇങ്ങനൊന്നും പറയരുത് ശ്രീഹരി. കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ പറയണേ. ഞാൻ ഇന്ന് വരെ ശ്രീഹരിനെ ഏതെങ്കിലും കാലത്ത് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു കാര്യത്തിലും വേദനിപ്പിച്ചിട്ടില്ലോ. ജീവിതമാകുമ്പോ ഇങ്ങനെയാ, ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ സംഭവിക്കും. ശ്രീഹരി പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷെ ഞാനിപ്പോ അച്ഛനെ കല്യാണം കഴിച്ചില്ലായിരുന്നു, എന്റെ ഓട്ടോറിക്ഷ ഒന്നും പോകത്തില്ലായിരുന്നു. അത് കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം കത്തിപ്പോയെന്ന് പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അച്ഛന് ഭയങ്കര വിഷമായി പോയി. അച്ഛൻ പറഞ്ഞു, ഓഹോ, അപ്പൊ എന്റെ കൂടെ കൂടിയതുകൊണ്ട് ശ്രീഹരിക്ക് നഷ്ടങ്ങൾ മാത്രം ഉണ്ടായതല്ലേന്ന് ചോദിക്കാം. പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു, അല്ല അച്ചു, ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. ഒരു പക്ഷെ ഈ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്റെ മനസ്സ് ഇപ്പോഴും അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു പറയണം. പെട്ടെന്ന് അച്ചു പറഞ്ഞു, അതിന് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടല്ലോ, അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നൊക്കെ പറയണം. പിന്നീട് നിരഞ്ജന മാഡം അങ്ങനെ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് കഴിഞ്ഞ് ഇപ്പത്തിന് ഗുണ്ടാജന എവിടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടുവാണ് നിരഞ്ജന മാഡത്തിന്. അങ്ങനെ അന്വേഷിച്ച് കിട്ടിയ വിവരം അനുസരിച്ച് അയാളെ പൊക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട് വീട്ടിൽ അയാൾ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളെ കൈയോടെ പിടികൂടി. അവിടുന്ന് കൈയോടെ പിടികൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുവാണ്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തു. ആദ്യം ഒന്നും സത്യം പറയാനായിട്ട് അയാളെ കൂട്ടാക്കില്ല. അയാൾ ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞ് തടി ഊരാനായിട്ട് ശ്രമിച്ചു. പിന്നീട് ഒന്നുകൂടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ആ സത്യങ്ങളൊക്കെ പറയണേ. അയാളാ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ, ഞാനാണ് ചെയ്തത്. പക്ഷെ ഇത് ഞാൻ ചെയ്തതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടെന്ന് പറയണ. സത്യം പറയടാ, നീ ആര് പറഞ്ഞിട്ടാ ചെയ്തതെന്നൊക്കെ ചോദിക്കുക. ആദ്യത്തെ അടിക്കൊന്നും പറഞ്ഞില്ല. കുറെ തവണ 2-3 അടി വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവസാനം സത്യം പറഞ്ഞു. പൊന്നുമടത്തിലെ പൂർണിമ പറഞ്ഞിട്ടാ ചെയ്തതെന്ന് പറയുവാണ്. അപ്പൊ പൂർണിമയാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി നിരഞ്ജനയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പൂർണിമ അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലോ. പിന്നീട് പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിരഞ്ജന. പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഗുണ്ടാജയനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ആണോ മാഡം? അല്ല, എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടിയോ? ഞങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പൊന്നുമടത്തിലേക്ക് വരും. ഞങ്ങൾക്ക് കുറച്ചുപേരെയൊക്കെ ചോദ്യം ചെയ്യാനുണ്ടെന്ന് പറയണം. ഇത് കേട്ടപടി പൂർണിമ നേരെ സേതുവിന്റെ അരികിലേക്ക് ചെല്ലുവാണ്. സേതുവിന്റെ അരികിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. അവരിങ്ങനെ നിരഞ്ജന മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗുണ്ടാജയനെ കിട്ടി, അവര് കുറച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ആരെങ്കിലും സംശയമുണ്ടോ? അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുക. അതറിയില്ല എന്ന് പറയണം. ഒരു പക്ഷെ ഇതിന്റെ പിന്നിൽ ഋതുവായിരിക്കും. അവളെ ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുള്ളൂ പറയാണ്. പിന്നീട് നേരെ പല്ലവി പോകുന്ന ഋതുവിന്റെ മുറിയിലേക്കാണ്. ഋതുവിന്റെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഋതു ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്ക് സ്വാതി അവിടെ ഉണ്ടായിരുന്നു. പല്ലവിനെ കണ്ടുവച്ചു, എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിച്ച ആളെ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്ന് പറയാം. അധികം വൈകാതെ യഥാർത്ഥ പ്രതിയാണെങ്കിൽ അവിടെ പോലീസ് കസ്റ്റഡിയിലാവുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് എന്തിനാ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയണമെന്ന് ചോദിക്കാം. നിന്നോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇനിയിപ്പോ ആരാന്ന് അറിയാം. കുറച്ച് കഴിയുമ്പത്തേനും പോലീസ് വരുമ്പത്തേനും അറിയാം. ഈ വീട്ടിലുള്ളവരെങ്ങാനും ആണെങ്കിൽ ഇതിന് പിന്നിലെങ്കിൽ ആരും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു, പിന്നെ നിനക്കറിയാം, എനിക്കറിയാം നിനക്ക് എന്നെ സംശയം എന്നുള്ളത്. അത് വെറുതെ മോളെ.
അങ്ങനെ എന്തേലും ഈ ഋതു ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഋതു എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നേർക്ക് നേരെ നിന്നേ ചെയ്യുള്ളൂ, അല്ലാതെ ഒളിച്ചും പാത്തും നിന്ന് ചെയ്യത്തില്ല എന്നൊക്കെ ഋതു അങ്ങോട്ട് ഒരു കള്ളത്തരം അങ്ങോട്ട് തട്ടി വിടുവാണ്. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് പല്ലവി അങ്ങോട്ട് പോവാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ പൊന്നുമടത്തിലേക്ക് എത്തുവാണ്. അങ്ങനെ പോലീസ് എത്തി കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ, സ്വാതി, ഋതു ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വാതിക്ക് ആ പടി ഞെട്ടലാണ്. അപ്പോഴേക്കാണ് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഋതുവും കണ്ട് അവരെ. ഋതുവിനും കാര്യം മനസ്സിലായി. പിന്നീട് നിരഞ്ജന മാഡം വന്ന് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. സത്യം പറയണം, നിങ്ങളിൽ ആരാണ് ആ ഓട്ടോറിക്ഷ കത്തിക്കാണ്ട് കൊട്ടേഷൻ കൊടുത്തേന്ന് ചോദിക്കുക. പൂർണ്ണിമ പറഞ്ഞു ഞാനില്ല, എനിക്കറിയില്ല എന്ന് പറയണം. ഋതു, സ്വാതി അതെ ഇത് തന്നെ ഉത്തരം തന്നെയാണ് ആവർത്തിച്ച് അവരാരുമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിരഞ്ജന മാഡം പറഞ്ഞു വെറുതെ കള്ളത്തരം പറയാൻ വേണ്ട, ഇതിലൊരാളാണ് ആ പണി ചെയ്യിക്കാനായിട്ട് പൈസ കൊടുത്തെന്നുള്ള കാര്യം എനിക്കറിയാം. സത്യം ഇപ്പൊ പറയണ കുഴപ്പമില്ലാന്ന് പറയണം. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു. അല്ല മാഡം ആരാന്നറിഞ്ഞോ? അതൊക്കെ ഞങ്ങൾക്കുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്. സത്യം പറയുന്നതായിരിക്കും നല്ലത്. ഇവരിൽ ഒരാളാന്ന് പറയണം. പിന്നീട് നേരെ പൂർണ്ണിമയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു സത്യം പറ, നിങ്ങളല്ലേ അവർക്ക് പൈസ കൊടുത്തേന്ന് ചോദിക്കുകയാണ്. ആർക്കും മാഡം എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം. ഗുണ്ടാജേന് പൈസ കൊടുത്ത് നിങ്ങളല്ലേ ഓട്ടോറിക്ഷ കത്തിച്ചേ, നിങ്ങളുടെ ഫോണിൽ നിന്നാണല്ലോ ആ കോള് പോയിക്കെന്ന് ചോദിക്കണേ. എന്റെ ഫോണിൽ നിന്നോ? പിന്നീട് നമ്പർ കാണിച്ചിട്ട് ചോദിച്ചു ഇതല്ലേ നിങ്ങളുടെ നമ്പർ എന്ന് ചോദിക്കാം. അതെ മാഡം, ഇതാ എന്റെ നമ്പർ എന്ന് പറയാം. എന്നാ ഈ നമ്പറിൽ നിന്ന് അയാളെ വിളിച്ചിരിക്കുന്നേ. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഓട്ടോറിക്ഷ കത്തിക്കാനായിട്ട് കൊട്ടേഷനും കൊടുത്ത് പൈസ നിങ്ങളാ കൊടുത്തിരിക്കുന്നത് പറയണം. ഇത് കേട്ടപ്പം പൂർണ്ണിമ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇല്ല മാഡം, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ പോയിക്കുന്നേ, നിങ്ങളല്ലേ ഈ ഫോൺ ഉപയോഗിക്കുന്ന വയ്ക്കും അതേന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു കാരണവശാലും പൂർണ്ണിമ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പല്ലവിക്ക് അറിയാം. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു? ഋതു നല്ല കൂളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഋതു അങ്ങനെ കൂളായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പക്ഷേങ്കില് ഋതു അല്ലെന്നുള്ള രീതിയിലാണ് ഋതുവിന്റെ നിപ്പൊക്കെ. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല, ആള് ഋതുവാണ്. അതുകൊണ്ടൊന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റില്ല. അപ്പോഴേക്കും സ്വാതി ആകെപ്പാടെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. സ്വാതിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പൂർണ്ണിമേനെ ആണെങ്കിൽ ചോദ്യം ചെയ്ത് നിർത്തിയിരിക്കുന്ന ആള് അമ്മേനെ പോലീസുകാരെങ്ങനെ കൊണ്ടുപോകുന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് പൂർണ്ണിമയോട് പറഞ്ഞു അതെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ കോള് പോയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ കൂടെ ചോദ്യം ചെയ്യണം, നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു മാഡം ഒരിക്കലും പൂർണ്ണാമ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയാം. പക്ഷെ പല്ലവി തെളിവുകളെല്ലാം നിങ്ങളുടെ അമ്മയ്ക്കെതിരാ, അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് വന്ന് വണ്ടിയെ കയറാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ പല്ലവി സേതു ഒക്കെ നിൽക്കുകയാണ്. ഈ ഋതു ഉള്ളിച്ചിരിക്കുകയാണ്. ഋതുവിന് സന്തോഷമായി തന്നെ പിടികൂടിയില്ല എന്നുള്ളേ. പക്ഷേ എങ്കില് പല്ലവിയുടെ ഉള്ളിൽ സംശയങ്ങൾ പൊങ്ങുവാണ്. പൂർണ്ണാമ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഋതു ആയിരിക്കും. ഒരുപക്ഷെ പൂർണ്ണാമയുടെ ഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കും അവളെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിന് തെളിവൊന്നും ഇല്ലല്ലോ. എത്രയും പെട്ടെന്ന് അതിന് തെളിവുകൾ ഇതൊക്കെ കണ്ടെത്താൻ തന്നെ പല്ലവി തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.